ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിമിറ്റ് ഇൻഫിനിറ്റി. ഇന്ന് നമ്മൾ ബോട്ടിൻ്റെ വേഗതയും ഒഴുക്കിൻ്റെ വേഗതയും ചേരുന്ന പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് ഡൗൺ സ്ട്രീം എന്താണെന്നും അപ്പ് സ്ട്രീം എന്താണെന്നും നോക്കാം. ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ ബോട്ടിൻ്റെ ഡയറക്ഷനും ഒഴുക്കിൻ്റെ ഡയറക്ഷനും ഒരേ ദിശയിലായിരിക്കും. അപ്പ് സ്ട്രീം എന്ന് പറയുമ്പോൾ ബോട്ട് മൂവ് ചെയ്യുന്ന ഡയറക്ഷനും ഒഴുക്കിൻ്റെ ഡയറക്ഷനും വ്യത്യസ്ത ദിശയിലായിരിക്കും, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. നിശ്ചലമായ വെള്ളത്തിൽ ബോട്ടിൻ്റെ വേഗത 40 km/h ആണ്. ബോട്ട് സഞ്ചരിക്കുന്ന പുഴയുടെ ഒഴുക്കിൻ്റെ വേഗത 5 km/h ആണ്. എങ്കിൽ പുഴയുടെ ഒഴുക്കിന് വിപരീതമായി 175 km സഞ്ചരിക്കാൻ ബോട്ടിന് എന്ത് സമയം വേണ്ടിവരും? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ബോട്ടിന് വിപരീതമായിട്ടാണ് ഒഴുക്ക്, അപ്പോൾ ഇത് അപ്സ്ട്രീം ഡയറക്ഷനാണ്. ഇനി നമുക്ക് ഗിവൺ ഡാറ്റ നോക്കാം. സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ അല്ലെങ്കിൽ നിശ്ചലമായ വെള്ളത്തിൽ ബോട്ടിൻ്റെ വേഗത 40 km/h. ഇത് നമുക്ക് ആക്ച്വൽ സ്പീഡ് ഓഫ് ദ ബോട്ട് എന്നും പറയാം. ഇനി സ്പീഡ് ഓഫ് ദ സ്ട്രീം അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത 5 km/h. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ്, എത്ര ദൂരം സഞ്ചരിച്ചു? 175 km. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടൈം ടേക്കൺ, അതായത് 175 km സഞ്ചരിക്കുവാൻ ബോട്ടിന് എന്ത് സമയം വേണ്ടി വന്നു, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ കോമൺ ആയിട്ട് തന്നെ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അത് നമുക്ക് എല്ലാവർക്കും ഇക്വേഷൻ അറിയാം. ഇനി നമ്മൾ അതിൽ നിന്ന് ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈം ടേക്കൺ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദ ബോട്ട്. ഇവിടെ നമുക്ക് സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറയുമ്പോൾ ഇത് അപ്സ്ട്രീം ഡയറക്ഷനാണ്, അതായത് ബോട്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് ഒഴുക്കിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ബോട്ടിൻ്റെ വേഗത കുറയുകയാണ് ചെയ്യുക. അപ്പോൾ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ മൈനസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം. സ്റ്റിൽ വാട്ടറിലെ ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് ഒഴുക്കിൻ്റെ വേഗത നമ്മൾ കുറക്കണം. അപ്പോൾ ടൈം ടേക്കൺ എന്ന് പറയുമ്പോൾ 175 അല്ലെങ്കിൽ 175 ഡിവൈഡഡ് ബൈ 40 മൈനസ് 5. 40 എന്ന് പറയുന്നത് ബോട്ടിൻ്റെ ആക്ച്വൽ സ്പീഡ് അല്ലെങ്കിൽ സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിൻ്റെ സ്പീഡ്, മൈനസ് 5 എന്ന് പറയുന്നത് ഒഴുക്കിൻ്റെ വേഗത. അപ്പോൾ 175 ഡിവൈഡഡ് ബൈ 35 ഈക്വൽ ടു 5 മണിക്കൂർ. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂർ എടുക്കും. 175 km സഞ്ചരിക്കുവാൻ ബോട്ടിന് 5 മണിക്കൂറാണ് സമയം എടുക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലമായ വെള്ളത്തിൽ ബോട്ടിൻ്റെ വേഗത 30 km/h ആണ്. ബോട്ട് സഞ്ചരിക്കുന്ന പുഴയുടെ ഒഴുക്കിൻ്റെ വേഗത 2 km/h ആണ്. എങ്കിൽ പുഴയുടെ ഒഴുക്കിന് ഒരേ ദിശയിൽ 96 km സഞ്ചരിക്കാൻ ബോട്ടിന് എന്ത് സമയം വേണ്ടി വരും? ഇവിടെ നമുക്ക് ബോട്ടിൻ്റെ ദിശയും ഒഴുക്കിൻ്റെ ദിശയും ഒരേ ദിശയിലാണ്. ഇനി നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈക്വൽ ടു 30 km/h. ഇനി സ്പീഡ് ഓഫ് ദ സ്ട്രീം അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത 2 km/h. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് 96 km. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ ടൈം ടേക്കൺ. ഇപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൂരം ബൈ സമയം. അപ്പോൾ സമയം കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര ദൂരം സഞ്ചരിച്ചു ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദ ബോട്ട്. ഇത് ഡൗൺ സ്ട്രീം ഡയറക്ഷനാണ്. അപ്പോൾ സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ പ്ലസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം. അപ്പോൾ രണ്ടും ഒരേ ദിശയിലേക്ക് വരുമ്പോൾ ബോട്ടിൻ്റെ വേഗത കൂടുക ചെയ്യുക, അതായത് ബോട്ടിൻ്റെ വേഗതയും പിന്നെ ആ സ്ട്രീമിൻ്റെ വേഗതയും രണ്ടും നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ 96 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 2. 30 എന്ന് പറയുന്നത് ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് 2 എന്ന് പറയുന്നത് ഒഴുക്കിൻ്റെ വേഗത. അപ്പോൾ 96 ഡിവൈഡഡ് ബൈ 32 ഈക്വൽ ടു 3 മണിക്കൂർ. അപ്പോൾ 96 km സഞ്ചരിക്കുവാൻ ഡൗൺ സ്ട്രീമിൽ 3 മണിക്കൂറാണ് സമയം എടുക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബോട്ടിന് പുഴയുടെ ഒഴുക്കിന് വിപരീതമായി 40 km സഞ്ചരിക്കുവാൻ 4 മണിക്കൂർ സമയമെടുക്കും. അവിടെ നിന്നും തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ 2 മണിക്കൂറാണ് വേണ്ടി വരുന്നത്. എങ്കിൽ ബോട്ടിൻ്റെ വേഗത കണ്ടുപിടിക്കുക. അപ്പോൾ ഒരേ ക്വസ്റ്റ്യനിൽ രണ്ടും വരുന്നുണ്ട്, അപ്പ് സ്ട്രീമും ഡൗൺ സ്ട്രീമും. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ബോട്ടിൻ്റെ വേഗതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. ഡിസ്റ്റൻസ് ട്രാവൽഡ്, സഞ്ചരിച്ച ദൂരം 40 km. അപ്പോൾ ടൈം ടേക്കൺ ഫോർ ദ അപ്പ് സ്ട്രീം 4 മണിക്കൂർ. ഇനി ടൈം ടേക്കൺ ഫോർ ദ ഡൗൺ സ്ട്രീം 2 മണിക്കൂർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് ഓഫ് ദ ബോട്ട്, ബോട്ടിൻ്റെ വേഗതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്താ? നേരിട്ട് ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുക അപ്പ് സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം സ്പീഡും കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? അതിൻ്റെ സമയം തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് അപ്പ് സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ നോക്കാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെങ്കിൽ ദൂരം ബൈ സമയം. അപ്പോൾ അത് നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മൾ അപ്പ് സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും കണ്ടുപിടിക്കുക. അപ്പോൾ അപ്പ് സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ഈക്വൽ ടു 40 ബൈ 4 ഈക്വൽ ടു 10. ഇനി ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ഈക്വൽ ടു 40 ബൈ 2. 2 മണിക്കൂർ സമയം എടുക്കണം. അപ്പോൾ 20 കിട്ടും. അപ്പോൾ 10 20 നമുക്ക് കിട്ടി. അപ്പ് സ്ട്രീം സ്പീഡ് 10 കിട്ടി, ഡൗൺ സ്ട്രീം സ്പീഡ് 20 കിട്ടി.
ഇനി നമുക്കിത് ഈ രണ്ട് വേഗത ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ബോട്ടിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മൾ ഈ രണ്ട് സ്പീഡും ആഡ് ചെയ്ത് നോക്കാം. അപ്സ്ട്രീം സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ്. അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ബോട്ടിൻ്റെ വേഗതയിൽ നിന്ന് ഒഴുക്കിൻ്റെ വേഗത മൈനസ് ചെയ്യുക. ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ ബോട്ടിൻ്റെ വേഗതയും ഒഴുക്കിൻ്റെ വേഗതയും തമ്മിൽ ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ബോട്ടിൻ്റെ വേഗത നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത്, ഒഴുക്കിൻ്റെ വേഗത വൈ എന്ന് എടുക്കുന്നത്. ഇനി നമുക്ക് അത് മാത്രം വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വൈയും തമ്മിൽ ക്യാൻസൽ ആകും. അപ്പോൾ 2x മാത്രമേ കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താ? സ്പീഡ് ഓഫ് ദ ബോട്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? സ്പീഡ് ഓഫ് ദ ബോട്ടിൻ്റെ ഡബിൾ കിട്ടും. അപ്പോൾ സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറയുമ്പോൾ 2x ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് ബോട്ടിൻ്റെ വേഗത കിട്ടും. അപ്പോൾ സ്പീഡ് ഓഫ് ദ ബോട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും ആഡ് ചെയ്യാം. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഇത് ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എങ്ങനെ ഇത് കിട്ടുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി. സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറയുമ്പോൾ അപ്സ്ട്രീം സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2. ഇനി ഇക്വേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറയുമ്പോൾ 10 + 20, അത് അപ്സ്ട്രീം സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 15 km/h. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബോട്ടിന് പുഴയുടെ ഒഴുക്കിന് വിപരീതമായി 40 km സഞ്ചരിക്കുവാൻ 4 മണിക്കൂർ സമയമെടുക്കും. അവിടെ നിന്നും തിരിച്ചും സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്താൻ 2 മണിക്കൂറാണ് വേണ്ടി വരുന്നത് എങ്കിൽ ഒഴുക്കിൻ്റെ വേഗത കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ സെയിം ആണ്, നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യനാണ്. പക്ഷേ എന്താ കണ്ടുപിടിക്കണ്ടേ? ഇവിടെ ഒഴുക്കിൻ്റെ വേഗതയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് ബോട്ടിൻ്റെ വേഗത, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒഴുക്കിൻ്റെ വേഗത. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി ഗിവൺ ഡാറ്റ എഴുതാം. നേരത്തെ തന്ന സെയിം ഡാറ്റ തന്നെയാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക. ഡിസ്റ്റൻസ് ട്രാവൽഡ് 40 km, ടൈം ഫോർ അപ് സ്ട്രീം എന്ന് പറയുന്നത് 4 മണിക്കൂർ, ടൈം ഫോർ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് 2 മണിക്കൂർ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട സ്പീഡ് ഓഫ് ദ സ്ട്രീം അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത. അത് നമുക്ക് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ. ആദ്യം അപ് സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുക. അപ്പോൾ 40/4 = 10 കിട്ടും. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് ബൈ ടൈം 40/2 20. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം സംഭവം തന്നെയാണ്. ഇനി നമുക്ക് ഒഴുക്കിൻ്റെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഡൗൺ സ്ട്രീം സ്പീഡിൽ നിന്ന് അപ് സ്ട്രീം സ്പീഡ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ നോക്കാം നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ബോട്ടിൻ്റെ വേഗത പ്ലസ് ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ ബോട്ടിൻ്റെ വേഗത പ്ലസ് ഒഴുക്കിൻ്റെ വേഗത മൈനസ് അപ് സ്ട്രീം സ്പീഡ് എന്ന് പറയുമ്പോൾ ബോട്ടിൻ്റെ വേഗത മൈനസ് ഒഴുക്കിൻ്റെ വേഗത. അപ്പോൾ ഇത് നമ്മൾ എക്സും വൈ എന്ന് എടുക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ നമ്മൾ മാറ്റി എഴുതുമ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ. അപ്പോൾ ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ ഇത് മൈനസ് എക്സ് ആവും, ഇത് പോസിറ്റീവ് എക്സ് ആവും. അപ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഈ എക്സും ക്യാൻസൽ ആവും. അപ്പം വൈ വരും. അപ്പോൾ 2y വരും. ഇനി നമുക്ക് y എന്ന് പറയുന്നത് ഒഴുക്കിൻ്റെ വേഗതയാണ്. അപ്പോൾ 2y കിട്ടി. അപ്പോൾ സ്പീഡ് ഓഫ് ദ സ്ട്രീം അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത എന്ന് പറയുമ്പോൾ 2yയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒഴുക്കിൻ്റെ വേഗത കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷനൊക്കെ എഴുതുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈക്വൽ ടു ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ് സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. മുകളിലുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈക്വൽ ടു ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ് സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2. നേരത്തെ സ്പീഡ് ഓഫ് ദ ബോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈ ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ് സ്ട്രീം സ്പീഡ് ഡിവൈഡ് ബൈ 2 ആണെങ്കിൽ ഇവിടെ ഒഴുക്കിൻ്റെ വേഗത എന്ന് പറയുമ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡിൽ നിന്ന് അപ് സ്ട്രീം സ്പീഡ് കുറക്കുക. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈക്വൽ ടു 20 - 10 ഡിവൈഡ് ബൈ 2 വരും. അപ്പോൾ 5 km/h വരും സ്പീഡ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചോദ്യമോ സംശയമായിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നമുക്ക് മെയിലായിട്ട് അയച്ചു തന്നാലും മതി. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.